മാനേജർ ദാമോദരന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കവിത രാംപ്രസാദ് ജിയെ കാത്തിരിപ്പ് സ്ഥലത്ത് ഇരുത്തി. അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. കുറച്ചു സമയത്തിനു ശേഷം മാനേജർക്ക് ഒഴിവുണ്ടാകുമ്പോൾ നിങ്ങളെ കാണും. തുടർന്ന് രാംപ്രസാദ് ജി പതുക്കെ നടന്ന് മൂലയിൽ വെച്ചിരുന്ന ഒരു കസേരയിൽ ഇരുന്നു. എല്ലാവരും ഇപ്പോഴും രാംപ്രസാദ് ജിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ബാങ്കിലേക്ക് ഉപഭോക്താക്കളായി വരുന്നവരൊക്കെ സ്യൂട്ടും ബൂട്ടും ധരിച്ചവരായിരുന്നു. എന്നാൽ രാംപ്രസാദ് ജി ലളിതമായ വേഷത്തിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകുമെന്ന് ഒട്ടും തോന്നുന്നില്ലായിരുന്നു. കാരണം ഈ ബാങ്കിൽ ധനികരായ ആളുകൾക്ക് മാത്രമേ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാംപ്രസാദ് ജി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. അവരെല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നോക്കുകയും തമ്മിൽ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സംസാരങ്ങൾ രാംപ്രസാദ് ജിയുടെ കാതിലും എത്തി. എന്നാൽ അദ്ദേഹം എല്ലാം അവഗണിച്ച് ക്ഷമയോടെ തന്റെ ഊഴത്തിനായി കാത്തിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം മാനേജർ വരുമെന്നും അദ്ദേഹത്തോട് ബാങ്കിനുള്ളിൽ വെച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം കരുതി. ബാങ്കിൽ ഒരു ചെറിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മോഹൻ. ആ സമയം മോഹൻ പുറത്തുപോയതായിരുന്നു. ബാങ്കിലേക്ക് തിരികെ വന്നപ്പോൾ അദ്ദേഹം കാത്തിരിപ്പ് സ്ഥലത്ത് ഒരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു. എല്ലാവരും അദ്ദേഹത്തെ തുറിച്ചു നോക്കുകയും പലതര കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചിലർ അദ്ദേഹത്തെ യാചകൻ എന്ന് വിളിക്കുന്നു. ചിലർ ഈ ബാങ്കിൽ അദ്ദേഹത്തിന് അക്കൗണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. അദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി? ഇങ്ങനെയൊരാളെ എന്തിനാണ് അകത്തിരിക്കാൻ അനുവദിച്ചത്? ഇങ്ങനെയുള്ള സംസാരങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. ഈ വാക്കുകളെല്ലാം മോഹൻ കേട്ടു. അതിനുശേഷം അദ്ദേഹം നേരെ രാംപ്രസാദ് ജിയുടെ അടുത്തേക്ക് ചെന്ന് ആദരവോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ മോഹന് വളരെ വിഷമം തോന്നി. വൃദ്ധന്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പോയി അന്വേഷിച്ചത്. രാംപ്രസാദ് ജി മോഹനോട് പറഞ്ഞു, എനിക്ക് മാനേജരെ കാണണം. എനിക്ക് അദ്ദേഹവുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് കേട്ട മോഹൻ പറഞ്ഞു, ശരി, ദയവായി ഇവിടെ കാത്തിരിക്കൂ. ഞാൻ ഇപ്പോൾ പോയി മാനേജറുമായി സംസാരിക്കാം. തുടർന്ന് മോഹൻ മാനേജർ ദാമോദരന്റെ ക്യാബിനിലേക്ക് പോയി വൃദ്ധനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറയാൻ തുടങ്ങി, എനിക്കറിയാം, ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. കുറച്ചു നേരം ഇരുന്ന ശേഷം അയാൾ പൊക്കോളും. മാനേജർ